എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗാഥയുടെ എല്ലാ കാര്യങ്ങളും അവരുടെ അമ്മ എല്ലാം അറിയിക്കുകയാണ്. ഇങ്ങനെ അവിടുത്തെ തിരുമേനി പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. അപ്പം നമ്മുടെ സിതാര പറയുമ്പോഴത്തേനും ആദ്യം ഗാഥ ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ 25-ാം നൂറ്റാണ്ടിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ആരും വിശ്വസിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങ് വെറുതെ സിമ്പിളായി എടുത്തിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മുടെ കൃഷ്ണയാണെങ്കിൽ സുന്ദരിയെ തപ്പി നടക്കുകയാണ്. സുന്ദരിയെ കാണാതാവുന്നു. അങ്ങനെ ഗോപാലൻ്റെ കൂടെ ലോട്ടറി വിൽക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. പിന്നെ അപ്പം പിന്നീട് ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാഥയാണെങ്കിൽ നവീനെ വിളിച്ചിട്ട് നമുക്ക് ഒരു ദിവസം എവിടെയെങ്കിലും ഇത് ചെയ്യാന്ന് പറയുന്നു, നമുക്ക് പ്രണയിക്കാന്ന് പറയുന്നു, അതിനുവേണ്ടി എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുന്നു ഗാഥ. അപ്പം നവീൻ അത് ഓക്കെ പറയുകയാണ്. എത്ര മിനിറ്റ് എടുക്കുന്നു ചോദിക്കുന്നു. അപ്പം ഗാഥ പറയുന്നു 10 മിനിറ്റ്. അപ്പം നവീൻ പറയും 11-ാമത്തെ മിനിറ്റിൽ ഞാൻ അവിടെ എത്തും എന്ന് പറയുകയാണ്. അങ്ങനെ നവീൻ വന്ന് നമ്മുടെ ഗാഥയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ സിതാര ചുമ്മാ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ സിതാര മോളോട് പറയും, ഞാനിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്, നമുക്ക് നീ പറഞ്ഞ ആ റിസോർട്ടിൽ പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ഗാഥ പറയും, സോറി മമ്മി, ഞാൻ നവീൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ നവീൻ്റെ കൂടെ പോവുകയാണ്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയും ഗാഥയും കാണാതാവുകയാണ്. എനിക്കൊന്ന് ആൾ മാറിപ്പോയി എന്തോ ചെയ്യുന്നതാണ്. കാരണം കൃഷ്ണയും ഗാഥയും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും മിസ്സിങ് ആവുന്നു. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നവീൻ്റെ മുറപ്പെണ്ണാണെങ്കിൽ നവീനെ വശീകരിക്കാൻ ഒരു പൂജാരിയുടെ എന്നിട്ട് വശീകരണം എന്തോ സംതിങ് വാങ്ങുന്നു. അത് പാലിൽ കലക്കി കൊടുക്കാൻ പൂജാരി പറയുകയാണ്. അങ്ങനെ അത് പാലിൽ കലക്കിക്കൊണ്ട് നമ്മുടെ നവീൻ്റെ അടുത്തേക്ക് പോകുന്നത് നവീൻ ഇങ്ങനെ മനസ്സിലൊക്കെ കാണുന്നു. നവീൻ അവളുടെ അടുത്ത് ഇങ്ങനെ വശീകരണ മന്ത്രം വശീകരിച്ചതിന് ശേഷം നവീൻ അടുത്ത് വരുന്ന സീനൊക്കെ അവളിങ്ങനെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ രാത്രിയിൽ ഈ പാലുമായിട്ട് നവീൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇവൾ കാണുന്നതെന്ന് വെച്ചാൽ ബെഡിലേക്ക് ഇങ്ങനെ സർപ്പം എഴഞ്ഞ് കയറുന്നതാണ്. ആ സമയത്ത് കയ്യിൽ നിന്ന് പാല് പോകും. അങ്ങനെ മൊത്തം സീനാവും. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പം നാളത്തെ നല്ലൊരു എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.